കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കുറുക്കോളി മൊയ്തീൻ ഉയർത്തിക്കാണിച്ച വികസന പദ്ധതികൾ കുത്തിപ്പൊക്കി സോഷ്യൽ മീഡിയ. ആദ്യ നിയമസഭാ അംഗത്തിൽ തിരൂരിന്റെ വികസനത്തിനായി അവതരിപ്പിച്ച പദ്ധതികൾ എന്തായെന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയ ഉയർത്തുന്നത്. മണ്ഡലത്തിലെ വികസന പോരായ്മ ചൂണ്ടിക്കാണിച്ച് മന്ത്രി വി അബ്ദുറഹ്മാൻ തിരൂരിൽ മത്സരക്കളത്തിലിറങ്ങിയതോടെ ചോദ്യങ്ങളുയർത്തി കുറുക്കോളിയെ വെട്ടിലാക്കിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. തലക്കടത്തൂർ താഴെപ്പാലം പുഴയോര പാത യാഥാർത്ഥ്യമാക്കുമെന്നതായിരുന്നു കുറുക്കോളിയുടെ പ്രധാന വികസന പ്രഖ്യാപനങ്ങളിൽ ഒന്ന്. മലയാള സർവകലാശാലയ്ക്ക് സ്ഥിരം ക്യാമ്പസ് യാഥാർത്ഥ്യമാക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. മലബാറിലെ ഏറ്റവും വലിയ ക്യാൻസർ ചികിത്സാ കേന്ദ്രമായി തിരൂരിലെ ഓങ്കോളജി വിഭാഗത്തെ മാറ്റുമെന്നും തിരുനാവായയിലെ താമരകൃഷിക്കായി പ്രത്യേക പദ്ധതി നടപ്പിലാക്കുമെന്നും കേന്ദ്ര സർക്കാരിന്റെ ഭൌമസൂചിക പദവി നേടിയ തിരൂരിലെ വെറ്റില കൃഷിക്ക് പ്രോത്സാഹനമേകാൻ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും തിരഞ്ഞെടുപ്പ് വേളയിൽ പ്രഖ്യാപിച്ചിരുന്നു. നഗരവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രഖ്യാപനം പൂങ്ങോട്ടുകുളം താഴെപ്പാലം ഫ്ളൈഓവർ നിർമ്മിക്കുമെന്നായിരുന്നു. തിരൂർ മണ്ഡലത്തിൽ ഫുട്ബോൾ അക്കാദമി സ്ഥാപിക്കുമെന്നും പ്രശസ്ത കോച്ചുമാരുടെ പരിശീലനം ഉറപ്പുവരുത്തുമെന്നും തിരുനാവായ കേന്ദ്രമായി ആയോധന കലാ അക്കാദമി സ്ഥാപിക്കുമെന്നും കുറുക്കോളി വാഗ്ദാനം ചെയ്തിരുന്നു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ ഇവ പ്രധാനമായും യു.ഡി.എഫ് കേന്ദ്രങ്ങൾ ഉയർത്തിക്കാണിച്ചിരുന്നു. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. എന്നാൽ ഇവയിൽ ഒരു പദ്ധതിക്കായി പോലും കടലാസ് പണികൾ നടത്താൻ പോലും എം.എൽ.എക്ക് സാധിച്ചിട്ടില്ലെന്നാണ് സോഷ്യൽ മീഡിയയിലെ വിമർശനം. പൂങ്ങോട്ടുകുളം താഴെപ്പാലം ഫ്ളൈഓവർ പദ്ധതി പ്രായോഗികമല്ലെന്ന് കണ്ടെത്തി ഉപേക്ഷിച്ചതായി കുറുക്കോളി മൊയ്തീൻ തന്നെ ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് പദ്ധതികളുടെ ഭാവി ചോദ്യചിഹ്നമായി തുടരുകയാണെന്ന് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നു. താനൂർ എം.എൽ.എയായ മന്ത്രി അബ്ദുറഹ്മാനും തിരൂരിലെ സിറ്റിംഗ് എം.എൽ.എയായ കുറുക്കോളി മൊയ്തീനും തിരൂരിൽ കനത്ത മത്സരത്തിലാണ്. ലീഗിന്റെ ഉരുക്കുകോട്ടയായ തിരൂരിൽ വി അബ്ദുറഹ്മാൻ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് 10 വർഷത്തിനിടെ താനൂരിൽ നടന്ന വികസന പദ്ധതികളാണ്. കഴിഞ്ഞ തവണ 7000-ലേറെ വോട്ടുകൾക്കായിരുന്നു കുറുക്കോളിയുടെ വിജയം. എഡിറ്റർ ലൈവ്, തിരൂർ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.